ഹായ്, കേരള വലപ്പിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പച്ചക്കാട് വയ്യാങ്കരച്ചിറയിലാണ്. വയ്യാങ്കരച്ചിറയിൽ നാളെ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന ഗ്രീൻ ഫോറസ്റ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സെപ്റ്റംബർ 12 വ്യാഴാഴ്ച വൈകുന്നേരം ഉദ്ഘാടനം നടക്കാൻ പോകുന്ന ഈ ഗ്രീൻ ഫോറസ്റ്റ് നാടിൻ്റെ തന്നെ ഒരു സ്വപ്നമായിരുന്നു. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. വയ്യാങ്കരച്ചിറ കാട് പിടിച്ചു കിടക്കുന്നു, നശിച്ചു കിടക്കുന്നു, സാമൂഹ്യ വിരുദ്ധ ശല്യം, അങ്ങനെ ഒരുപാട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുക. അതൊന്നും ആരും വലുതായിട്ട് മൈൻഡ് ചെയ്യുകയൊന്നും ചെയ്തൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് പേര് ചേർന്ന് ഇപ്പോൾ ഇതൊരു വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. എന്നേക്കായി സന്തോഷം നിങ്ങൾക്കായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ബോട്ടിംഗ് ആയാലും അടിപൊളി സ്പീഡ് ബോട്ട്, കയാക്കിങ്, പെഡൽ ബോട്ട്, കൊട്ടവഞ്ചി, കുട്ടികൾക്ക് മനോഹരമായ പാർക്ക്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഈ ഉദ്ഘാടന സമയത്ത് നാളെ ഒരുപാട് സന്തോഷിക്കുന്ന ഈ ഏറ്റവും കൂടുതൽ പച്ചക്കാട്ടുകാരായിരിക്കും. കാരണം വർഷങ്ങൾ കൊണ്ട് നടക്കാതെ നടക്കത്തില്ലെന്ന് വിചാരിച്ച ഒരു ടൂറിസ്റ്റ് പദ്ധതിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പെയിന്റിങ്, ഒന്നിനും ഒരു മോശം പറയാനില്ലാതെ ഇതിന്റെ നേരത്തെ ഒരു വീഡിയോ, കുറച്ച് പണ്ട് കാട് പിടിച്ച് നടന്ന ഒരു വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ വേണമെങ്കിൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നേരത്തെ എങ്ങനെ നടന്നു, ഇപ്പോൾ എങ്ങനെ നടക്കുന്നു. ഇതെല്ലാം ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടുത്തെ കുറച്ച് പാർക്കും, ഇവിടാണ് ഇപ്പം ബോട്ടിംഗ് ഒക്കെ നടക്കാൻ പോകുന്നത്. ഇവിടുത്തെ പായൽ കാണുന്നതുകൊണ്ട് അതുപോലെ പായൽ കിടന്നതാണ്. അതുപോലെ പായൽ കിടന്നതാണ്. ആ കിടന്ന പായൽ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റി ഫുള്ള്, എത്ര ദിവസത്തെ കഷ്ടപ്പാടാണെന്നറിയാം. പായലെല്ലാം മാറ്റി ഫുള്ള് ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് സ്പീഡ് ബോട്ട് പോണ ഒരു കാഴ്ചയുണ്ട്. ജസ്റ്റ് അവർ ക്ലീനിങ്ങിനും കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കുന്നതാണ്. കാണുന്നതാണ് ഗൈസ് ബാത്റൂം. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലും ഇത്രയും വളരെ വൃത്തിയായി മനോഹരമായി പെയിന്റിങ് ചെയ്ത ബാത്റൂം നമ്മൾ കണ്ടിട്ടില്ല. ഞാനിത് ആദ്യമായിട്ടാണ്. നിങ്ങൾ കണ്ടോടെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. ഇത് ബാത്റൂം ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ലെന്നറിയാം. ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതാണ് ഗൈസ് വൈകാങ്കരച്ചിറയിലെ ബാത്റൂം. ബോട്ടിൽ കയറി സിദ്ദിഖാശാൻ ഡ്രൈവ് ചെയ്ത ബോട്ടില് ഇതൊക്കെ ഇങ്ങോട്ട് നോക്കാം. ഇഷ്ടമുണ്ടോ? ഇവിടുത്തെ വർക്കൊക്കെ ചെയ്ത അണ്ണാണല്ലേ വെൽഡിങ്ങിന്റെ. ഇതെങ്ങനെയാണ് എത്തിച്ച് ഈ ഹട്ട് അവിടോട്ട് കരലിട്ട് പണിഞ്ഞിട്ട് വള്ളത്തെ കയറ്റി കൊണ്ടുപോയി? എങ്ങനെ ഇതേക്കൂടെ തിരിച്ച് എങ്ങനെ ഒന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരുപാട് താഴ്ചയില്ലേ ഇതിനകത്ത്? അര വരെ താഴ്ചയുണ്ട്. ആണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു വർക്കൊക്കെ? എത്ര നാളുകൊണ്ട് ഇവിടെ ഉണ്ട്? ഏകദേശം ഒരു മാസം കൊണ്ട് ഇവിടുത്തെ വർക്കാണല്ലേ. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രീഷ്യനെ കൂടെ ഒന്ന് കാണാം. ഇലക്ട്രീഷ്യനാണ് അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നത്. ഇവിടുത്തെ ഫുൾ ഇലക്ട്രിക്കലും ചെയ്ത ദിനേശ്. വേറൊരു വെൽഡർ കൂടെ. വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പാർക്കും ഓപ്പൺ ജിമ്മും അതുപോലെ ഇവിടുത്തെ ആംബിയൻസ് എല്ലാം നിങ്ങളെ ഒന്നുകൂടെ പരിചയപ്പെടുത്താൻ ഞാൻ ഒന്നുകൂടെ വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.